ഹായ് ഫ്രണ്ട്സ്, പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ളതും ഒരു പരിചരണം കൊടുത്തില്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതും എന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതായൊരു ഫ്രൂട്ടാണ് പപ്പായ. അതുപോലെ തന്നെ നമ്മളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ആത്തച്ചക്ക. ഒരു പഴുത്തൊരു പഴം കിട്ടി അത് വീഡിയോയിൽ കയറി വന്നപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ, കട്ട് ചെയ്ത് കളയാതൊന്ന് കാണിച്ചു എന്നുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്നത് റെഡ് ലേഡി പപ്പായനെ കുറിച്ചാണ്. ഇത് റെഡ് ലേഡി അല്ല, ഇത് നാടൻ പപ്പായാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ വീട്ടിലെ റെഡ് ലേഡി പപ്പായ വച്ചിട്ടൊരു 8 മാസമായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പഴം പറിക്കാറായിട്ടുണ്ട്. നമുക്ക് ആ പഴം മുറിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. ഒരു 8 മാസം മുമ്പ് തൈ വയ്ക്കാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചു വയ്ക്കുന്നത്. അന്ന് എനിക്ക് കൊറിയർ ചാർജ് അടക്കം 80 ആയത്. അന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പറമ്പിൻ്റെ ഒരു സൈഡിൽ തന്നെ സാധാ തൈകളൊക്കെ വയ്ക്കണവർ തന്നെ നട്ടും വച്ചു. ഏതായാലും ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ അകത്ത് ചെറിയ പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഒരു 5 മാസമൊക്കെ ആയപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് കായ പിടിച്ചു. ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തെ ആദ്യത്തെ പഴം പറിക്കാറായി. അപ്പോൾ ആദ്യമായിട്ടുണ്ടായ പപ്പായ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കിട്ടിയ തൈ റെഡ് ലേഡിയുടെ തന്നെയായിരുന്നു. കണ്ടില്ല അതിൻ്റെ കളറ്, ഒരു ഓറഞ്ച് കളർ പോലെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ അകക്കാമ്പിന് നല്ല കട്ടിയുണ്ടെന്നുള്ളതാണ്. ഒരെണ്ണം മുറിച്ചാൽ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സുഖമായിട്ട് കഴിക്കാം. നമ്മൾ മുറിച്ചതിൽ നിറച്ച് കുരുണ്ട്. എന്നുവെച്ചാൽ എല്ലാ റെഡ് ലേഡി പപ്പായയിലും കുരു ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടോ, ഇത് പഴുപ്പ് കൂടിയിട്ട് കേടായി തുടങ്ങിയതാണ്. റെഡ് ലേഡി പപ്പായയുടെ ഉള്ളിൽ നിന്നാണ് പഴുത്ത് തുടങ്ങുന്നത്. ആദ്യം ഉള്ളിൽ ചുവപ്പ് കളറായിട്ടാണ് പുറത്ത് മഞ്ഞ കളർ കാണുന്നത്. അപ്പോൾ പുറത്ത് ഒരു മഞ്ഞ നിറം കാണുമ്പോൾ തന്നെ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും, നല്ല ക്രിസ്പി ആയിരിക്കും. അതല്ലാതെ മൊത്തം മഞ്ഞ നിറമാകട്ടെ എന്നോർത്ത് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മറ്റുള്ള പപ്പായ ആദ്യം പുറത്ത് മഞ്ഞ കളറായിട്ടാണ് ഉള്ളിലേക്ക് അതിൻ്റെ മഞ്ഞ നിറം വരുന്നത്. നമുക്ക് ഈ കുരുവൊക്കെ നട്ടിട്ട് കുറേ റെഡ് ലേഡി പപ്പായ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം അതിൻ്റെ അടുത്ത് നാടൻ പപ്പായ നിൽക്കുന്നുണ്ട്. അതായിട്ട് ക്രോസ് പോളിനേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പപ്പായ എടുക്കുന്ന സീഡൊന്നും ഒറിജിനൽ റെഡ് ലേഡിയുടെ ഗുണം കാണിക്കില്ല. ഒരു വർഷം മുമ്പ് നിലത്തിട്ട സീഡ് ലൂബിയേക്കും പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ റെഡ് ലേഡി പപ്പായ ആദ്യമായിട്ട് കഴിച്ചു നോക്കി. മധുരമുണ്ട്, ഓവർ മധുരമില്ല. ഇതിൻ്റെ അകത്ത് ഷുഗർ കണ്ടൻറ്റ് കുറവാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം മഴയൊക്കെ ആയിരുന്നു, ഒരു പക്ഷേ കുറച്ചുകൂടെ വേനലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ മധുരം ഉണ്ടാവും. ഏതായാലും നല്ലൊരു ഫ്ലേവറും നല്ല ക്രിസ്പി ആയിരുന്നു. ഈ ഒരു പപ്പായ മുറിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവരും കഴിച്ചിട്ടും ബാക്കിയായിരുന്നു. പിന്നെ വീട്ടിലെ പിള്ളേരൊക്കെ പപ്പായനോട് അത്ര താല്പര്യം കാണിക്കാത്തവരായിരുന്നു. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങളും വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്ന് ഒരു തൈ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ എങ്ങനെ സീഡ് വാങ്ങിക്കാൻ കിട്ടും. ആ സീഡ് വാങ്ങിച്ച് നട്ടാലും നമുക്ക് നല്ല ഗുണമേന്മയുള്ള റെഡ് ലേഡി പപ്പായ കിട്ടും. ഞാനീ കാണിക്കുന്നത് ഒരു നാടൻ പപ്പായ ആണ് കേട്ടോ. അതിൻ്റെ പൊക്കം നോക്കി എത്ര പൊക്കത്തിലാണ് പോയേക്കണത്. എന്നാൽ റെഡ് ലേഡി പപ്പായ ഒരുപാട് പൊക്കം വയ്ക്കാതെ നമുക്ക് ചോട്ടിൽ നിന്ന് തന്നെ പപ്പായ പറിച്ചെടുക്കാം. നമുക്ക് എങ്ങനെയാണ് നടണമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. എന്നിട്ടൊരു ചെറിയ കുഴി താത്തിയിട്ട് അതിലേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത്ര ഇട്ടിട്ട് മൂടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് പപ്പായ നട്ടു കൊടുക്കാം. പപ്പായ നടുമ്പോൾ നേരെ നടന്നതിന് പകരം 45 ഡിഗ്രി ചെരിച്ച് നടണം. റെഡ് ലേഡി പപ്പായ അങ്ങനെയാണ് നടേണ്ടത്. നമ്മൾ ചെരിച്ച് നടന്ന തൈ വളർന്നു വരുമ്പോൾ നേരെ സൂര്യന് നേരെ മുകളിലേക്ക് വളരുകയും അതിൻ്റെ തണ്ടിനൊരു വളവുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തണ്ടിന് നല്ല ബലം വെച്ച് ചൂട് മുതൽ ഇഷ്ടംപോലെ കായകളുണ്ടാവും. വളം ചെയ്യുമ്പോൾ നേരെ ചോട്ടിലിട്ട് കൊടുക്കാതെ സൈഡിലേക്ക് മാറ്റി ഒരു തടം എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തൈ നല്ല കരുത്തോടെ വളരാനും ഒരുപാട് കായകളുണ്ടാകാനും മാസത്തിൽ ഒരിക്കലെങ്കിലും വളം ഇട്ട് കൊടുക്കണം. നമുക്ക് വീട്ടിൽ കഴിക്കാനാണ് ജൈവവളങ്ങൾ ചെയ്താൽ മതി. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ രാസവളം കൊടുത്താലാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. വേനൽക്കാലത്ത് റെഡ് ലേഡി പപ്പായയ്ക്ക് മറ്റ് പപ്പായകളെ അപേക്ഷിച്ച് നന അത്യാവശ്യമാണ്. അതുപോലെ മഴക്കാലത്ത് വെള്ളം കെട്ടിയേക്കാത്തൊരു മണ്ണുമാണ് വേണ്ടത്. ഫ്രൂട്ട്സ് കടകളിലേക്ക് വിൽക്കാൻ വെച്ചാണ് പപ്പായ കണ്ടിട്ടില്ലേ, അത് റെഡ് ലേഡി പപ്പായ ആണ്. പഴുത്ത് പറിച്ചു വെച്ചാലും കുറച്ച് ദിവസത്തോടെ ഇരിക്കണതുകൊണ്ട് വിൽപ്പനയ്ക്ക് ഏറ്റവും നല്ല ഇനമാണ് റെഡ് ലേഡി പപ്പായ.